ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും ധ്യാനവും ഓട്ടവും അതങ്ങനെ അനസ്യൂതം തുടരുന്നു. അനുഗ്രഹിക്കൊന്നുമില്ല. അതുകൊണ്ട് അച്ഛൻ നല്ല മിടുക്കനായിട്ടിരിക്കുന്നു, നല്ല സുന്ദരനായിട്ടിരിക്കുന്നു. താങ്ക് യു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞതെന്നറിയാം. എനിക്ക് കുറച്ച് ടിപ്സ് സൗന്ദര്യത്തെക്കുറിച്ച് ഇന്ന് വേണ്ടത്. ഈ വിവാഹ ജീവിതത്തിൽ സൗന്ദര്യത്തിന് എന്തെങ്കിലും ഒരു സ്ഥാനമുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ സുന്ദരനെ കല്യാണം കഴിക്കണം, സുന്ദരിയെ കല്യാണം കഴിക്കണം, അങ്ങനെയൊക്കെ ഉണ്ടോ? മനസ്സിന് തൃപ്തി തോന്നുന്ന ആളെ കിട്ടണം. അത് സൗന്ദര്യവും പ്രധാനപ്പെട്ടതാണ്. കാരണം സ്വഭാവം കുറേ കഴിഞ്ഞല്ലേ അറിയുള്ളൂ. അപ്പിയറൻസാണ് ആദ്യത്തെ. അത് നല്ലതല്ലെങ്കിൽ നമുക്ക് മൊത്തമുള്ള റീഡിങ്ങും തോന്നും ഇത് കുഴപ്പമായിരിക്കും. ഇപ്പോൾ ആണാണേലും കണ്ടാൽ ഐശ്വര്യം വേണം, പെണ്ണാണേലും ഐശ്വര്യം വേണം. ഇപ്പം നമ്മുടെ എല്ലാവർക്കും ഒരേ സൗന്ദര്യമല്ല ദൈവം കൊടുത്തിരിക്കുന്നത്. എങ്കിലും ഉള്ളതിൽ ഒരു വൃത്തി വേണം. ശരിക്കും ഈ അമിത സൗന്ദര്യബോധം കാരണം ഒരുപാട് കല്യാണം നടക്കാത്തതില്ലേ? ഈ സൗന്ദര്യം മാത്രം നോക്കി പെണ്ണ് വെളുത്തല്ല, ചെറുക്കൻ വെളുത്തല്ല, അല്ലെങ്കിൽ മുടി പോരാ, അല്ലെ പൊക്കം പോരാ, അതിനെക്കുറിച്ച് അച്ഛൻ എന്നാ പറയാനുള്ളത്? അതിനകത്ത് മനസ്സിന് തൃപ്തിയില്ലെങ്കിൽ അത് പോരാ, അത് കറക്റ്റാണ്. പിന്നെ ചിലർ മനതൃപ്തിയിൽ കല്യാണം കഴിയും. പണ്ടാമരഹോ ഗബ്രിയേൽ മാലാഖയും ഇളയ പെങ്ങളും പോലെ കണ്ടാൽ എന്തൊരു പൊരുത്തം. പക്ഷെ വീട്ടിൽ ചെന്ന് കയറുമ്പോഴാണ് ലൂസിഫറും ബെർസബോലിൻ്റെ മൂത്തപുത്രിയും. തൊലിപ്പുറത്തെ സൗന്ദര്യം ജീവിതത്തിൽ വേണമെന്ന് ഇല്ല. അതേ സമയത്ത് ഒരു സൗന്ദര്യം ഇല്ലാതെ തന്നെ കല്യാണം കഴിക്കാമെന്നുള്ളതും ബുദ്ധിമുട്ടാണ്. ഇതെല്ലാവരും പരസ്പരം പൂരകമായിട്ട് ചേർന്ന് പോകേണ്ട കാര്യങ്ങളാണ്. ശരിക്കും നമ്മൾ ഈ കല്യാണം കഴിക്കുമ്പോഴുള്ള സൗന്ദര്യമൊക്കെ അന്നത്തെ ദിവസത്തെ ഒരു ഷോ അല്ലേ ശരിക്കും? 4 പേരെ കാണിക്കുക, അല്ലെങ്കിൽ ഒരുങ്ങി നന്നായിട്ട് നിൽക്കണം. അതായത് ഇതൊക്കെ ഒരു മനുഷ്യനൊരു ബേസിക് നീഡാണല്ലോ അല്ലേ? പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ ചിലർ പറയാറുണ്ട്, കല്യാണമൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്നാ സൗന്ദര്യം നോക്കാനാ, എന്നാ ഒരുങ്ങാനാ എന്നൊക്കെ. പക്ഷെ അതും തെറ്റല്ലേ? തെറ്റാ. അപ്പോൾ കല്യാണം കഴിഞ്ഞാലും മക്കളായാലും ആരോഗ്യമുള്ള കാലത്ത് ഒരു വർക്കത്തായിട്ട് നടക്കാൻ പറ്റുന്ന കാലത്ത് അങ്ങനെ തന്നെ നടക്കണം. പിന്നെ ഒരു ആകർഷിക്കാൻ വേണ്ടിയുള്ള ഒരു മേക്കപ്പ് അല്ല, എന്നാലും ആവശ്യത്തിനുള്ള സൗന്ദര്യം കളയാതെ സൂക്ഷിക്കുന്ന ഒരു മേക്കപ്പ് അദ്ദേഹത്തെ നമ്മൾ ചെയ്യണം. അതിപ്പം കെട്ടിടം പഴകുമ്പം വയറിങ്ങിലൊക്കെ നമ്മൾ മെയിൻ്റനൻസ് നടത്തുകയല്ലേ, എല്ലാത്തിലും ചെയ്യും. എന്തിനാണ് നമ്മൾ പറയുമല്ലോ, ദസറ കർണാടകത്തിലുണ്ട്. അതൊരു ആഘോഷം മാത്രമല്ല, മെയിൻ്റനൻസ് ഡേ ആണ്. എല്ലാ യന്ത്രങ്ങളും എല്ലാ ആയുധങ്ങളും എല്ലാം വിശ്രമത്തിൽ വെക്കുക എന്ന് പറഞ്ഞ പോലെ ഈ ദേഹവും കുറേ നാൾ കഴിയുമ്പോൾ അങ്ങ് മരയും. അങ്ങനെ മരയുമ്പം അത് വിശ്രമത്തിന് വെച്ച് ഭംഗിയായിട്ട് കൊണ്ടു നടക്കാനുള്ള ഉത്തരവാദിത്വം ആ ശരീരത്തിൻ്റെ ഉടമസ്ഥനാണ്. കാരണം എനിക്ക് പകരം ആരുമില്ലല്ലോ, എൻ്റെ ശരീരം എങ്ങനെ ഉണ്ടോണെന്ന് ഞാനാണ് തീരുമാനിക്കുക. അതിന് വേറെ അഭിപ്രായം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരുപാട് പേര് ഒരേ കമൻറ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ എന്തോ ഫാൾട്ടുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മുടെ ദേഹത്തെ നമ്മൾ കൊണ്ടു നടക്കണം. ഞാൻ ചോദിക്കുന്നത് അങ്ങനെയല്ല, ഇപ്പം അങ്ങനെ ഒരു ഭംഗിയായിട്ട് കൊണ്ട് നടക്കുന്നത് വഴി ഭാര്യ ഭർത്താക്കന്മാർക്ക് തമ്മിൽ എന്തെങ്കിലും ഒരു ആകർഷണമോ സ്നേഹമോ തൃപ്തിയോ കൂടാൻ വഴിയുണ്ടോ? ഉണ്ടാവും. കാരണം ഈ കല്യാണം കഴിയുമ്പം ആദ്യമേ ഭാഗ്യമായ സൗന്ദര്യത്തിലാണ് ആകർഷണം. കുറേ നാൾ കഴിയുമ്പം സ്വഭാവത്തിൻ്റെ പേരിലാണ് ആകർഷണം, ക്യാരക്ടർ. അപ്പം മുഖത്തൊരു സൗന്ദര്യം ഇല്ലെങ്കിലും ക്യാരക്ടർ നല്ല ശാരീരം ഉണ്ടെങ്കിൽ അവളെ അങ്ങ് അവനെ ഇഷ്ടപ്പെടും. അതേ സമയത്ത് ആണുങ്ങളെ സംബന്ധിച്ച് അവരെങ്ങനെ തന്നാലും പെമ്പർനോതി വൃത്തിയായിട്ട് നടക്കണം. കാരണം അവനെ ആൾക്കാർ കാണുന്നത് അവളെയും കൂടെ വിലയിരുത്തിക്കൊണ്ടാണ്. അപ്പം എൻ്റെ ഭാര്യയെ സിനിമാ നടിയെ പോലെ മിടിക്കാണ്ടിരിക്കണം എന്നുള്ളത് ഒരാൾ നോക്കി അവന് ഇഷ്ടപ്പെടുകയല്ല, അതൊക്കെ വേറെ കാര്യം. പക്ഷെ ഭാര്യ അങ്ങനെ ആയിരിക്കണം എന്നൊരു ചിന്തയുണ്ട്. അതുകൊണ്ട് മറിഞ്ഞു നടക്കുന്ന ഭാര്യയോട് ഭർത്താവ് അകലും. വൈകാരിക ശാരീരിക തലത്തിലൊരു വികർഷണം വരും. ഒരുങ്ങി വൃത്തിയായിട്ട് നടക്കുമ്പം ഒരാകർഷണം വരും. ആകർഷണം വരുത്തുന്ന രീതിയിൽ ഭാര്യ നടക്കാൻ പഠിക്കണം. അതുപോലെ ഭാര്യ നോക്കിയാലും ഒരു നൊബിലിറ്റിയുള്ള കെട്ടിയവനെ പോലെ തോന്നണം. ചുമ്മാ വലിച്ചു വാരി ചാക്കും തുഴലിട്ട് കീറിപ്പരും തുണി കൊടുത്ത് അതിനകത്തൊരർത്ഥമൊന്നുമില്ല. പണിയുമ്പോൾ ഒക്കെ, അല്ലാത്തപ്പോൾ ആ ഒരു വൃത്തി നടക്കണം. ആ നടപ്പ് ഭാര്യയ്ക്ക് ഭർത്താവിനോടും ആകർഷണം തോന്നും, ഭർത്താവിന് ഭാര്യയോടും ആകർഷണം തോന്നും. ഇനി മുഖസൗന്ദര്യമോ ശരീരത്തിലോ അല്പം പാളിച്ച ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അതും ഒരു പരിധിവരെ സ്നേഹത്തിന് സഹായകമാവും.
ഈ ചിലരെക്കുറിച്ച് തമാശയ്ക്ക് പറഞ്ഞ് കേൾക്കാറുണ്ട് ഈ ഭാര്യ ഭർത്താവിനെക്കുറിച്ചൊക്കെ. പുറത്തെവിടെയെങ്കിലും പോകുമ്പം നാട്ടുകാരെയൊക്കെ കാണിക്കാൻ ഭയങ്കര ഒരുങ്ങി ചമഞ്ഞ് ടിപ്പ് ടോപ്പിൽ പോകും. വീട്ടിലാകെ കാണാനുള്ളത് ഇവരൊക്കെ തമ്മിലാണല്ലോ പരസ്പരം. അവിടെ ഏറ്റവും കൂടുതൽ വൃത്തികേടായിട്ട് മൊരഞ്ഞു കുത്തി നടക്കുകയും ചെയ്യുന്നു. ശരിക്കും ആ സൈക്കോളജിയെ പറ്റി അല്ല, അങ്ങനെ നടക്കാൻ പാടില്ലെന്നുള്ളതാണ്. ഈ പുറത്ത് പോകുന്ന പോലെ അകത്ത് ഒരുങ്ങി നടന്നാലും അതും വട്ടാന്ന് അതിൻ്റെ അർത്ഥമൊന്നുമില്ല. അതേ സമയത്ത് പരിക്കകത്ത് ഒരു 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 പരിമിതിയിലുള്ള ഒരു ഡീസൻസി വേണം. അത് ഭർത്താവിന് ഭാര്യയുടെ അടുപ്പത്തിനും ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ അടുപ്പത്തിനും അത് കാരണമായിട്ട് മാറി. ഇതൊന്നും പറഞ്ഞില്ലേ പോലും ഉള്ളിൽ സൈക്കോളജിക്കലി അത് വല്ലാതെ ബാധിക്കും. ഈ ചിലർ വൃത്തിയുള്ള ഡ്രസ്സ് ധരിക്കില്ല. ഇപ്പോൾ ഈ അടുക്കളയിലൊക്കെ പാത്രം കഴുകിക്കഴിഞ്ഞാൽ അവരുടെ ദേഹത്തോട് നോക്കിയാൽ മതി, മുഴുവൻ നനഞ്ഞ് കുത്തി ഇങ്ങനെ നിൽക്കുന്ന കാണാം. അതുപോലെ തന്നെ കുളിക്കില്ല എന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേരെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പേഴ്സണൽ ഹൈജീൻ ഒരു വളരെ പ്രധാനപ്പെട്ടതല്ലേ? തീർച്ചയായിട്ടും. കുളിക്കാതെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു അറപ്പ് വരും. കാരണം എപ്പോഴും ചെല്ലു പറയും മുടിക്കാത്തൊക്കെ വേർപ്പിൻ്റെ മണമാണ്. ഒരു ഭാര്യയ്ക്ക് ഒരു അടുപ്പത്തിന് ഇഷ്ടക്കുറവ് തോന്നും. ഭാര്യയാണെങ്കിലും അങ്ങനെ നടക്കുന്നു. അപ്പം അത് ഒത്തിരിയേറെ ഒരടുപ്പക്കുറവ്. പിന്നെ പെരയ്ക്കകത്താണെങ്കിലും ഒക്കെ ആ ഒരു വൃത്തി വേണം. ഞാനെപ്പോഴും അത് കുടുംബജീവിതത്തിൽ സോഷ്യൽ മീഡിയയിൽ പറയുന്നൊരു കാര്യമാണ്. പെരയ്ക്കകത്ത് വൃത്തി കാണുമ്പോൾ അറിയാം അവിടുത്തെ കുടുംബനാഥ എങ്ങനെയുള്ള ആളാണ്. വീടിൻ്റെ വരാന്തയിൽ കോഴിക്കാഷ്ടം ടൺ കണക്കിന് അട്ടിയിട്ട് വെച്ചിരിക്കുക, വൃത്തിയാക്കിയിട്ടില്ല. പെരയ്ക്കകത്ത് ചുക്കിലി വല തോർണം പോലെ ഞാത്തിയിട്ടിരിക്കും, ഒരു കയറും കൊടുത്തിട്ടില്ല. ഏതാണ്ട് വേവിച്ച പാത്രം കുതിരാനിട്ടിരിക്കുക, ദിവസം പലതായി. അപ്പം അത് ഒരു സ്വഭാവത്തെയാണ് കാണിക്കുക. ക്ലോക്ക് തിരിയാതിനടുത്ത് ദിവസം പലത് കഴിഞ്ഞ് എപ്പം നോക്കിയാലും 1:10. പിന്നെ തുണിയും പഴയ തുണിയെല്ലാം കട്ടിലെ കൂടെ വലിച്ചു വാരിയിടുക. അത് അലങ്കോലപ്പെട്ട മനസ്സിൻ്റെ ഇതാണ്. അതുകൊണ്ടാണ് ഇന്ദ്രൻസ് സിനിമയ്ക്കകത്ത് പറയുന്നൊരു വാക്കുണ്ട്, നിൻ്റെ ഹൃദയമാണ് നിൻ്റെ മുറി. നിൻ്റെ ഹൃദയമാണ് നിൻ്റെ മുറി. സത്യമാണ്. ഹൃദയത്തിൽ ഒരു ഓർഡറില്ലാത്തവർക്ക് ഒരു താളം തെറ്റും എവിടെയും. സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, മുറിക്കാവും എവിടെയും. അപ്പം അത് വൃത്തി എന്ന് പറയുന്നത് എല്ലായിടത്തും വരണം. ദേഹം ശുദ്ധിയായിട്ട് സൂക്ഷിക്കണം, മുറിക്കകം വൃത്തിയാക്കണം, വീട് വൃത്തിയാക്കണം, കിടക്കുന്ന സ്ഥലം വൃത്തിയാക്കണം, പാത്രം വൃത്തിയാക്കണം. ആ വൃത്തി കുടുംബത്തെ അടുപ്പിക്കാനും ബലപ്പെടുത്താനും ഒത്തിരി കാരണമായിട്ട് മാറും. വൃത്തി കഴിഞ്ഞു. ഇനി വേറൊരു ചോദ്യം, ഈ നിറം എന്ന് പറയുന്നതിന് എല്ലാവർക്കും വെളുത്തിരിക്കാൻ പറ്റില്ലല്ലോ. ആക്ച്വലി കറുപ്പിനഴകെന്നുള്ള പാട്ടൊക്കെ ഉണ്ടെങ്കിലും ഈ നിറത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ശരിക്കും പ്രാധാന്യം ഉണ്ടോ അതെയോ ഇല്ലയോ? നിറത്തിൻ്റെ പ്രാധാന്യം സബ്ജക്റ്റീവാണ്, അത് വ്യക്തികേന്ദ്രമാണ്. ചിലപ്പം തോന്നും ഈ മുതുപണ്ടാരത്തെ ഇവൻ എങ്ങനെ എന്നാ കണ്ടിട്ടാണ് കെട്ടിയെന്ന് തോന്നും. പക്ഷെ അവൻ്റെ നിറത്തിൻ്റെ കോൺസെപ്റ്റ് സബ്ജക്റ്റീവാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്തുകൊണ്ട് ഇവിള് കെട്ടിയത്, ഭംഗിയില്ല, നിറമില്ല, ഒന്നുമില്ല. അതൊരു മൂന്നാം പാർട്ടി കാണുന്നതല്ലാതെ അത് വ്യക്തിപരമാണ്, സബ്ജക്റ്റീവായിട്ട് വരുന്നതാണ്. ചിലപ്പം പല്ല് പൊങ്ങി ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്താൽ ചില്ല് പോലും പൊട്ടും. ആ പരുവത്തിലുള്ളതിനെ ഒരുത്തം കെട്ടും. ഇപ്പം നമുക്ക് തോന്നുന്നത് എന്തുവാ, പക്ഷെ അതിന് അവൻ്റെ സബ്ജക്റ്റീവായ അവൻ അതിന് ആൻസറുണ്ട്. ഒരു ഭംഗിയില്ല നമ്മൾ കരുതുന്ന ആൾക്ക് അവൻ കാണുന്നത് ഹേമമാലിനിയുടെ സൗന്ദര്യമാണ്. അപ്പം അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം നിറം അതിൻ്റെ പ്രത്യേകത കാണുന്ന വ്യക്തിയെ ആശ്രയിച്ചാണ് ഇരിക്കുക. അപ്പം ഒരാൾ കാണുന്ന നിറത്തിലല്ല മറ്റൊരാളെ കാണുന്നത്. അപ്പം ഒരാൾക്ക് തൊലി വെളുത്ത് ചുമന്നിരിക്കുന്ന ആളുടെ നിറമായിരിക്കും ഇഷ്ടം, ഒരാൾക്ക് കറുത്ത കരിക്കട്ട പോലെ. അതുകൊണ്ടാണല്ലോ ഈ ആഫ്രിക്കയിലെ കറമ്പി പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാണ് തൊലി വെളുത്ത സായിപ്പിനെ കിട്ടാൻ. തൊലി വെളുത്ത സായിപ്പിന് ഇഷ്ടമാണ് കരുത്ത കരിമണ്ടാരം പോലെ ഇരിക്കുന്ന കറമ്പിയെ കെട്ടാൻ. അങ്ങനെ മിക്സ് ചെയ്ത് അവർ ജീവിക്കുന്ന കാണാം. അപ്പം നിറത്തിൽ പ്രാധാന്യം ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. അത് നോക്കുന്ന തേർഡ് പാർട്ടിയുടെ കണ്ണും മനസ്സിലുമാണ് അതിൻ്റെ പ്രത്യേകത. അല്ല എല്ലാവർക്കും അത് നല്ല നിറമെന്ന് പറയുന്ന പോലെ ഒരു കളറ് പറയാൻ പറ്റുമല്ലോ. പക്ഷേ ഈ നിറത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ കല്യാണം, ചിലർക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, വെളുത്ത ചെറുക്കനായിരിക്കണം, വെളുത്ത പെണ്ണായിരിക്കണം. അങ്ങനെ ഒത്തിരി കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതൊരു വലിയൊരു ക്രൈറ്റീരിയ ആയിട്ട് പൊക്കി പിടിക്കുന്നവർക്ക് ചിലപ്പോൾ അവരുടെ മനസ്സിൻ്റെ പ്രത്യേകത ആയിരിക്കുമല്ലോ, അത് എന്ത് ചെയ്താൽ മാറുകയില്ലായിരിക്കും. ഞാൻ പറഞ്ഞ സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞില്ലേ, അത് അവർക്കതേ പൊരുത്തപ്പെടുകയുള്ളൂ. അതല്ലാതൊരു നിറം വന്നാൽ അവർ ഇഷ്ടപ്പെടുകയാണ്.
പക്ഷെ കല്യാണം കഴിച്ചവർ പിന്നീട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതൊക്കെ ആദ്യത്തെ മാത്രമേ ഉള്ളൂ, പിന്നീട് ഇതൊന്നും ആലോചിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ പിന്നീട് അതിന് വലിയൊരു പ്രാധാന്യം ഇല്ല എന്ന് മനസ്സിലായിട്ടുണ്ടെന്ന്. അതൊരു വശമുണ്ട്. വേറെ ചിലരുണ്ടെന്നാലും ഇത്രയും കാലത്ത് തന്നെ ഞാൻ വേണ്ടാന്ന് ഓർത്തതായിരുന്നു, കിട്ടിപ്പോയി. അങ്ങനെ ഈ നേരത്തെക്കുറിച്ച് പിന്നെയും കുറ്റം, ഒരു കോംപ്ലക്സ്. അത് തിരുത്താൻ പറ്റുന്നതല്ല. അതൊക്കെ വ്യക്തിപരമായ വീഴ്ചകളാണ്, അറിവില്ലായ്മയും വീഴ്ചകളുമാണ്. അല്ല, അങ്ങനെ ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഉള്ള പലരുമില്ല. ചിലർക്ക് ഇങ്ങനെ ഭാര്യയുടെ സൗന്ദര്യം പോരാ, ഭർത്താവിൻ്റെ സൗന്ദര്യം പോരാ, അതുകൊണ്ട് ഇന്നും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവളെൻ്റെ ഭാര്യയാണെന്ന് പരിചയപ്പെടുത്താൻ മടിയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരില്ലേ ഇപ്പോഴും വെച്ചാൽ? ഭർത്താക്കന്മാരും ഇഷ്ടപ്പെട്ടിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളാനായിട്ട് പറ്റിയിട്ടില്ല. ഞാൻ ആഗ്രഹിച്ച ആളല്ല അത് വിവാഹത്തിൻ്റെ ഒരു പരാജയത്തിനും കാരണമായിട്ട് തീരും. കാരണം വിവാഹത്തിലെ വ്യഭിചാരം എന്ന് പറയുന്നത് അതാണ്. ഞാൻ ആഗ്രഹിച്ച ഒരു ഫിഗറുണ്ട്, ആളെ കിട്ടിയില്ല. തികച്ചും വ്യത്യസ്തമായൊരു പാർട്ട്ണറെ കിട്ടിക്കഴിഞ്ഞിട്ടും ഭാവനയിൽ ഞാൻ ഓർത്ത ആളെ ഓർത്തുകൊണ്ടിരിക്കുന്നതാണ് ഹൃദയത്തിലെ വ്യഭിചാരം എന്ന് പറയാം. അതിന് 2 ഭാര്യമാരാണ് നിലവിലുള്ളതും ഭാവനയിൽ ഉള്ളതും, 2 കെട്ടിയവന്മാരും നിലവിലുള്ളതും ഭാവനയിൽ ഉള്ളവരും. അപ്പം അങ്ങനെയുള്ളവർക്ക് എന്നും ദാമ്പത്യത്തിന് പരാജയമാണ്. 10-50 വർഷം ജീവിച്ചിട്ടും ഡൈവോഴ്സ് ചോദിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ചില കോടതികളിലൊക്കെ കാണാം. 40 വർഷക്കാലം ദമ്പതികളായിട്ട് ജീവിച്ചാൽ പിന്നെയും ഡൈവോഴ്സ്. കാരണം ഞാൻ ഓർത്ത പോലെ ഇന്ന് വരെ നടന്നിട്ടില്ല. 10, 28, 30 വയസ്സുള്ള കാലങ്ങളിലെ മുറിവുകൾ ഇന്നും പറഞ്ഞ് കുത്തിപ്പറിഞ്ഞ് അതിൻ്റെ പേര് പിരിഞ്ഞേക്കാവുന്ന 60-ാം വയസ്സിൽ പറയുന്നവരുണ്ട്. അപ്പം അത് ഒരു അറിവില്ലായ്മയുടെ തലമാണ്, പക്വതയില്ലായ്മയുടെ ഒരു തലമാണ്. അത് നമുക്കൊരു നിശ്ചിത കാലം ചെയ്യുമ്പോൾ എന്തിനോടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പൊരുത്തപ്പെട്ടേ പറ്റുള്ളൂ. ഈ നിറത്തിന് നമ്മളിങ്ങനെ ചിലർ പ്രാധാന്യമില്ല അല്ലെങ്കിൽ ചില പ്രാധാന്യങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ചിലർ പറയില്ലേ, മക്കളുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറം അപ്പൻ്റെ അമ്മയുടെയിലേ കിട്ടുകയുള്ളൂ. പക്ഷേ അങ്ങനെ തന്നെ നിർബന്ധമില്ലാത്ത കാലമായത്. വല്യപ്പൻ്റെ വല്യമ്മയുടെ ഒക്കെ നിറം വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ കൊച്ചുങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കറുത്തു പോകും, അല്ലെ അത് വെളുത്തിരിക്കും, അല്ലെ അതങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പോലും കല്യാണം ഒഴിവാക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ കേസുകളൊക്കെ കേട്ടിട്ടുണ്ടോ? നിറത്തിന് പേരിലൊക്കെ ഇങ്ങനെ നിൻ്റെ തന്നെ കൊച്ചാണോ എന്ന് സംശയമാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. നീയും വെളുത്തത് അവളും വെളുത്തത്, പിന്നെ അങ്ങനെ കറുത്ത കൊച്ച്, 2 പേരും ഇടത്തരം കളറ്, പിന്നെ അങ്ങനെ ഇതുപോലെ തൂവെള്ള കൊച്ച്, അപ്പം വേറെ എവിടുന്നോ അവൾ സമ്പാദിച്ചതാ എന്നും പറഞ്ഞ് കുത്തുവാക്ക് പറഞ്ഞ് അകറ്റുന്നവരെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഈ അറിവില്ലാത്തതിൽ നിന്ന് വരുന്ന വർത്തമാനമാണ്. നിറമൊക്കെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഒരുത്തൻ ഭാര്യ പ്രസവിച്ചു, 2 പേരും വെളുത്തവരാ, പ്രസവിച്ച കൊച്ച് കരിക്കട്ട പോലെ കറുത്തു. അപ്പം ആ കറുപ്പ് കണ്ടപ്പോഴത്തേക്ക് ആൾക്കാർ പറഞ്ഞിടാ നിൻ്റേതല്ല, വേറെ എവിടുന്ന് ഒപ്പിച്ചതാണ്. അപ്പം പിണങ്ങാനത് മതി. അവൻ പറഞ്ഞു എൻ്റെ ആനിയമ്മ പണ്ടേ അങ്ങനെ, കല്യാണം കഴിഞ്ഞ് 4 മുതൽ എനിക്ക് പിടികിട്ടിയതാ, അവൾ എന്നാ ഉണ്ടാക്കിയാലും കരിച്ച് കളയും, അതുകൊണ്ടാണ് കറുപ്പായത്. അങ്ങനെ തള്ളി പറയാൻ പഠിക്കുന്ന ആണുങ്ങളുമുണ്ട്, ചിലത് പൊലിപ്പിച്ചെടുക്കുന്ന ആണും പെണ്ണുമുണ്ട്. അപ്പം നിറത്തെക്കുറിച്ച് അങ്ങനെയുള്ള ഒരു കാറ്റഗോറിക്കലായിട്ട് ഒരു കമൻറ്റ് പറയുന്നൊന്നും ഒരു പഠിത്തമില്ലാത്തതുകൊണ്ടാണ്, നമുക്കൊരു അറിവില്ലാത്തതുകൊണ്ടാണ്. അപ്പം അതിനെ നമ്മൾ പറയുന്നവർ ആ നിലവാരത്തിൽ നമ്മൾ കണ്ടാൽ നിറം. അപ്പം എന്തായാലും അങ്ങനെ വരുമ്പോൾ ഒരു യഥാർത്ഥ സൗന്ദര്യബോധം എങ്ങനെയാണ് ഞങ്ങളിലൊക്കെ ഉണ്ടാവേണ്ടത് എങ്ങനെയാണ്? അത് ആർക്കും പറയാൻ പറ്റിയല്ലോ, സബ്ജക്റ്റീവാന്ന് ഞാൻ പറഞ്ഞല്ലേ. അത് ഓരോ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അതിൽ ഒരു തേർഡ് പാർട്ടിയുടെ വെച്ച് ഇതാണ് സൗന്ദര്യം എന്ന് പറയാൻ പറ്റിയല്ല. അതെനിക്കായിരിക്കും ഇതാണ്, പക്ഷേ ആൾക്കതല്ല. അപ്പോൾ അതുകൊണ്ട് അത് അവരുടെ കളത്തിലേക്ക് വിട്ടുകൊടുക്കാനേ പറ്റുള്ളൂ. സൗന്ദര്യബോധത്തിൻ്റെ തലങ്ങളെക്കുറിച്ച് അത് ഭർത്താവ് സ്ത്രീ പുരുഷ സങ്കല്പത്തിൽ അവരുടെ അവസ്ഥയിൽ അതാണെന്നുള്ളൂ. പിന്നെ ഇങ്ങനെയൊക്കെ ആകട്ടോ അങ്ങനെ ഓർക്കാനും ഇല്ലെന്നൊക്കെ പറഞ്ഞ് ചില തിരുത്തലും കറക്ഷനൊക്കെ പറയാൻ പറ്റും. പക്ഷേ അടിസ്ഥാനപരമായിട്ട് അത് വ്യക്തികേന്ദ്രീകൃതമാണ്. ടേസ്റ്റ് പോലെയാണ്, സൗന്ദര്യവും ടേസ്റ്റും അങ്ങനെ. ബൈബിളിൻ്റെ ഒരു വെളിച്ചത്തിൽ നമ്മളിപ്പോഴും ആന്തരിക സൗന്ദര്യത്തിനാണല്ലോ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു നമുക്ക് പറയാൻ എളുപ്പമാണെങ്കിലും ഈ ആന്തരിക സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കണേ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തന്നെയുണ്ട്, അത് മനസ്സിലാക്കാനും എടുക്കാനും ഒക്കെ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം. നമ്മളൊരു പ്രാർത്ഥനാ ജീവിതം, വചനം, കൗതാശ ജീവിതം, അതൊക്കെ നയിക്കുന്നവർക്ക് ഒരു പെരുമാറ്റത്തിലൊരു ശാലീനത കാണും, ഒരു ശാന്തത കാണും. അവിടെ മോഹഭാവം കണ്ടറിയാം, റിയാക്ഷൻ കണ്ടറിയാം. അവരിലെന്തോ ഒരു സൂപ്പർ നാച്ചുറൽ പവർ അവരിലുണ്ട്, അത് ദൈവം കൊടുക്കുന്നതാണ്. അപ്പം അങ്ങനെ കിട്ടുന്ന സൂപ്പർ നാച്ചുറൽ പവർ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം
നമ്മുടെ ജീവിത പങ്കാളിയെ കാണാനായിട്ട്. നല്ല കട്ടിയുള്ള മസിലും നല്ല പുഷ്ടിയുള്ള മീശയും ഇഷ്ടംപോലെ സ്വത്തുമൊക്കെ ഉണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രാകൃത മനുഷ്യനാണെങ്കിൽ, ഒരു കാടൻ മനുഷ്യനാണെങ്കിൽ ഭാര്യ തകർന്നു. കണ്ടാൽ നല്ല വിശ്വസുന്ദരിയുടെ അഴകുണ്ട്, ബോഡിക്ക് നല്ല ഫിഗറുണ്ട്, എല്ലാ ആകർഷണവുമുണ്ട്. പക്ഷേ അടുക്കുമ്പോൾ ഒരു പിശാചിൻ്റെ പെരുമാറ്റമാണെങ്കിൽ തീർന്നു. ചിലർ പറയല്ലേ, കാണാൻ നല്ല ആളാണ്, പക്ഷേ വർത്തമാനം പറയുമ്പോൾ വൈകുന്നേരം വന്നു പിന്നെ ഓഹാനിക്കാൻ അടുത്ത് ചെല്ലാൻ പറ്റിയാൽ. ഇതുപോലെ ക്യാരക്ടർ വശീകരണത്തിൽ പലതും പുറത്തുനിന്ന് കാണും, പക്ഷെ അടുക്കുമ്പം ഉള്ളുവല്ല. നമ്മൾ പറയും ദൂരെ നല്ല ആളാണ്, പക്ഷേ അടുക്കുമ്പം കണക്കാം. ആ കമൻറ്റ് പറയാൻ കാരണം അതാണ്, അടുക്കുമ്പം കണക്കാണ്. അപ്പം അത് നമ്മളത് കൂടെ നിന്ന് ആർജിച്ച് ഏത് മേഖലയാണോ കുറവ് അത് പറഞ്ഞു കൊടുത്ത് ഭാര്യയെ തിരുത്തണം, ഭർത്താവിനെ തിരുത്തണം. പിന്നെ ഇന്നതിനൊക്കെയാണ് മുൻഗണനാക്രമം കൊടുക്കേണ്ടത്. നമ്മൾ ലോകത്തിൻ്റെ ആറ്റിറ്റ്യൂഡിൽ നമ്മുടെ ക്രമത്തിൽ കണ്ടാൽ പോരാ. അതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഷെയർ ചെയ്ത് പരസ്പരം മനസ്സിലാകുമ്പോൾ അവിടെ ഇൻറ്ററാക്ഷനിലൂടെ ഉരുത്തിരിഞ്ഞ് വരുന്ന അനുഭവങ്ങൾ പരസ്പരം പങ്കുവെച്ച് തിരുത്തണം. അങ്ങനെ തിരുത്തുമ്പോൾ ഒരാത്മീയ സൗന്ദര്യത്തിലേക്ക് നമ്മൾ കടന്നു വരും. നമുക്കിപ്പം വിശുദ്ധരെ നോക്കിയാൽ വലിയ ഭാഗ്യമായ സൗന്ദര്യം വിശുദ്ധന്മാർക്ക് ആർക്കും തന്നെ ഇല്ല. ആരെ കണ്ടാൽ ഏതാണ്ടിരിക്കുന്നു. പിന്നെ വിശുദ്ധരായി കഴിയുമ്പോൾ നമ്മൾ ചൂടൊക്കെ മേയ്ക്കുക ചെയ്ത് നല്ല ഈ കരിമ്പുളി പോലെ ഉണക്കപ്പുളി പോലെ ഇരുന്ന ചില പെണ്ണുങ്ങളൊക്കെ വിശുദ്ധരായി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ദൈവമേ ഐശ്വര്യയുടെ കവളാക്കും. അതിനൊന്നും ആവശ്യമില്ല, അത് ഉണക്കപ്പുളി തന്നെയാണ്. സൗന്ദര്യം തൊലിപ്പുറത്തല്ലല്ലോ, അകത്തുനിന്നാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സൗന്ദര്യബോധത്തെ പഠിപ്പിക്കണം. അത് പിള്ളേർക്കും പറഞ്ഞു കൊടുക്കണം, നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വേണം. ഇന്നിപ്പം ബ്യൂട്ടി പാർലറുകൾ ഒരുപാട് ലാഭം കൊയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല ബിസിനസ് ബ്യൂട്ടി പാർലറാണ്. അപ്പോൾ ഈ സൗന്ദര്യബോധം ഇങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് വർദ്ധിക്കുന്നത് കൊണ്ടല്ലേ സത്യത്തിൽ, അല്ലേ? എല്ലാവരും ഉള്ള പ്രായം അക്സെപ്റ്റ് ചെയ്യാത്തതും അല്ലെങ്കിൽ ഈ പരസ്യത്തിൻ്റെ സ്വാധീനവും ഈ സൗന്ദര്യസങ്കല്പം ഈ ആന്തരിക സൗന്ദര്യത്തെക്കാളേറെ ബാഹ്യസൗന്ദര്യം ഒരുപാട് അങ്ങനെ നിൽക്കുന്നത് കൊണ്ടല്ലേ ഇതിൻ്റെയൊക്കെ ഒരു സാധ്യത കൂടുന്നത്. അതായത് മനുഷ്യനിങ്ങനെ പറഞ്ഞ് നമ്മൾ ഒരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഈ ഓഫറുകളുടെ പുറകെയൊക്കെ പോകുന്ന ലോകം. അപ്പം അത് ഇതാണ്, ഇത് പോരാ. ഐ ആം നോട്ട് ഹാപ്പി വിത്ത് ദൈവം തന്നതിൽ, എനിക്ക് ഇനിയും വേണം. അപ്പം അതിന് ചിലപ്പോൾ ചില പറഞ്ഞ കമൻ്റ് ആകാൻ കാരണം നമുക്ക് വ്യക്തിപരമായല്ല പ്രശ്നം, ചില മനുഷ്യരുടെ ഇടപെടലും കമൻറ്റുകളും വരും. ആ കമൻറ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഞാൻ പോരാ നമുക്ക് തോന്നും. ഇപ്പം പല്ല് പൊങ്ങിയ ആളോട് പറയുകയാണ്, ഇത്രയും പല്ല് പൊങ്ങിയ കഷ്ടം, ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്താൽ ചില്ല് പോലും പൊട്ടിപ്പോകുമല്ലോ. പിന്നെ അവൻ എപ്പോഴും നാക്കുകൊണ്ട് പല്ല് തള്ളിപ്പിടിക്കും. പിള്ളേരെങ്ങനെയാണ് കുറച്ച് കുട്ടികളോട് അങ്ങനെ കമൻറ്റ് ചെയ്താൽ ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ് തള്ളിപ്പിടിക്കും. കാരണം ദൈവം കൊടുത്ത അവസ്ഥയോട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല മനുഷ്യൻ്റെ കമൻറ്റ്. ഒരുത്തനോട് എന്നാ കറുപ്പാടാ, പവർ കട്ടിനുണ്ടായതാണോ ഇത്രയും വലിയ കറുപ്പ്? പിന്നെ അവൻ 5 കുറ്റി പൗഡർ ഇടും വെളുപ്പിക്കാൻ വേണ്ടി. രാവിലെയും വൈകിട്ടും അവൻ ഷേവ് ചെയ്യും നിറം കിട്ടാൻ വേണ്ടി. അവൻ്റെ അല്ല, മറ്റുള്ളവരോട് വാക്ക് കേട്ടിട്ട് ഞാൻ അതിനനുസരിച്ച് ആക്ട് ചെയ്യുകയാണ്. അവിടെയാണ് പരാജയം എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള അവിടെയാണ് ബ്യൂട്ടി പാർലറുകളും അതിൻ്റെ പ്രത്യേകതകളും, ത്രെഡിങ്, വാക്സിങ്, ഇതെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. രോമം പറിക്കുക, മെഴുക് പരത്തും, മഞ്ഞളിടുക, നെയിൽ പോളിഷ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ എന്തൊക്കെയോ ചെയ്താലേ ഞാനായി അല്ലെങ്കിൽ ഞാനല്ല, അതാണ് ചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആരാ? ഒരു കുറ്റി പൗഡറാണോ, ഒരു പെർഫ്യൂമാണോ, ഒരു സോപ്പാണോ? അതിനപ്പുറമല്ലേ ഞാൻ. അപ്പം അതിലേക്ക് ഞാൻ എന്നെ ഒതുക്കുക, ഒരു കുറ്റി പൗഡറിലേക്കും ഷാമ്പൂവിലേക്കൊക്കെ എന്നെ ഒതുക്കുക. അത്രയേ ഉള്ളൂ ഞാൻ, വേറെ ഒന്നുമില്ല. അപ്പം അതൊരു അപകടമാണ്. അപ്പോൾ ആ അപകടം വിറ്റാണ് ബ്യൂട്ടി പാർലറുകാരൊക്കെ കാശുണ്ടാക്കുന്നത്. ഒരു പരസ്യം ഞാൻ കണ്ടു, ഇങ്ങനെ ബ്യൂട്ടി പാർലറിൻ്റെ ഒരു ബ്യൂട്ടി പാർലറിൽ കയറി അവൾക്ക് ദൈവം കൊടുത്ത വാഗ്ദാനം 80-ാം വയസ്സ് വരെ ജീവിക്കുമെന്നാണ്. പക്ഷേ 60-ാം വയസ്സിൽ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് ഇടിമിന്നി അവൾ മരിച്ചുപോയി. അവൾ ദൈവത്തോട് പറഞ്ഞു, ഞാൻ ആലീസ് എൻ്റെ 80-ാം വയസ്സിൽ മരിക്കുമെന്നല്ലേ പറഞ്ഞ്, നീ എൻ്റെ ജീവനെ നേരത്തെ എടുത്തു. ദൈവം, അയ്യോ ആലീസ് ആയിരുന്നു, ബ്യൂട്ടി പാർലറിന് വന്നപ്പം നീയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല, അതുകൊണ്ട് പറ്റിയ അബദ്ധമാണ്. അപ്പം അങ്ങനെ പറയുന്ന പരസ്യ കമ്പനികളുണ്ട്. കാരണം അത്രമാത്രം എനിക്ക് എന്നെ തന്നെ മാറ്റാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും.
അങ്ങനെ കാണുന്ന ലോകത്തിന് നടുവിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അപ്പം അവിടെ അതിൻ്റെയൊക്കെ അതിപ്രസരം ഒത്തിരി വരുന്നതിൻ്റെ കാരണവും ഞാനൊന്നും അല്ല, എന്തൊക്കെ വെച്ച് കെട്ടിയാലേ ഞാനുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ വട്ടപൂജ്യമാണ്. ആ ഒരു ചിന്തയാണ് ബ്യൂട്ടി പാർലറും അതിലേക്ക് കിടക്കുന്നതും ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നത്. പണ്ട് വായനശാലകളായിരുന്നു, നല്ല വായന, ഇരുന്നുള്ള വായന. ഇന്ന് ഏറ്റവും വർദ്ധിച്ചു വരുന്നത് ബിവറേജ് കോർപ്പറേഷൻ്റെ കള്ളുകടയും ബ്യൂട്ടി പാർലറുമാണ്. 5-6 കിലോമീറ്ററിനുള്ളിൽ 9-10 ബ്യൂട്ടി പാർലറുകൾ അങ്ങനെയായി. അപ്പോൾ അപ്പം മനുഷ്യനത്രേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് അവൻ പോകാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ള നിലയിൽ. അച്ഛൻ്റെ ഇതെല്ലാം പറഞ്ഞു വരുമ്പം നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയെ നമ്മൾ കുറച്ചുകൂടെ റെസ്പെക്റ്റ് ചെയ്യണം അല്ലേ? ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ എല്ലാം പുറകെ ഒത്തിരി ഓടേണ്ട കാര്യങ്ങളില്ല. അവനവനെ തന്നെ ഒന്ന് അംഗീകരിക്കാൻ പഠിക്കുക, നമ്മുടെ നിറം, നമ്മുടെ അവസ്ഥയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക, അതാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ടെങ്കിൽ പിന്നെ ഓക്കെ ആയി, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓക്കെ ആവും. അപ്പോൾ അങ്ങനെ നമ്മുടെ സൗന്ദര്യത്തിൻ്റെ ആ കോൺസെപ്റ്റ് നമ്മുടെ തന്നെ ഉള്ളിലാണ്. പുറം ലോകത്തിന് എൻ്റെ സൗന്ദര്യത്തെ വിധിക്കാൻ വിട്ടാൽ ഞാൻ പരാജയപ്പെടും. ഞാനായിരിക്കുന്നതിൽ അക്സെപ്റ്റ് ചെയ്താൽ ഞാൻ വിജയിക്കും. അങ്ങനെയല്ലെങ്കിൽ എന്നും പോരാ. 75 വയസ്സുള്ള ആൻറ്റി മേക്കപ്പ് ചെയ്തു. ഒരു പെണ്ണോട് ചോദിച്ചു, എങ്ങനെയുണ്ടായി, എന്നെ കണ്ട പ്രായം തോന്നുന്നു? കൊച്ചു പറഞ്ഞു, ആൻറ്റി മുഖത്തെ ചുളിവ് കാരണം പ്രായമുണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എത്ര മേക്കപ്പ് ചെയ്താലും അതിനുകൊണ്ട് ഒരു ഉള്ളതിൽ ഒതുങ്ങി ജീവിക്കുന്നതാണ് യഥാർത്ഥ സൗന്ദര്യം. എനിക്ക് തോന്നുന്നത് അച്ഛൻ പറഞ്ഞതിൽ നിന്ന്, അതായത് സൗന്ദര്യത്തോടെ തന്നെ നമ്മൾ ജീവിക്കണം, നല്ല മിടുക്കരായിട്ട് തന്നെ പോകണം. പക്ഷെ ഒന്നിലും അമിത പ്രാധാന്യം പാടില്ല. നമുക്ക് കിട്ടിയ കാര്യങ്ങൾ, നമ്മുടെ ഷേപ്പും നമ്മുടെ നിറവും ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് ഇതെല്ലാം ദൈവം തന്നൊരു സമ്മാനവും ദാനവും ആണെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിലും ഒരു അമിത പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമോ നമുക്കൊരു കോംപ്ലക്സിൻ്റെ ആവശ്യങ്ങളോ ഇല്ലാതെ പോകാൻ പറ്റും. അപ്പോൾ എന്തായാലും അടുത്ത വിഷയമായിട്ട്